3 അമ്മമാര്, ഗിരിജമ്മ, നിർമ്മല, രമണി, ഈ 3 അമ്മമാരിങ്ങനെ തർക്കിച്ച് പൊക്കോണ്ടിരിക്കുകയാണേ. അപ്പം ഞാൻ പിടിച്ചു വരുന്നത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയാം, ഇതുവരെ അരി വാങ്ങിച്ചിട്ടില്ല, ഇനി കുറച്ച് നേരം കൂടിയേ ഉള്ളൂ, വേഗം അരി വാങ്ങിക്കണം, എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പോയി തൊഴാന്ന് പറയായിരുന്നു അമ്മ. കുറച്ചേരം ഇരിക്കുക. അപ്പോഴും പറയണു വേണ്ട, നമുക്ക് അരിയും സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വച്ചിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അത് വാങ്ങണം. എല്ലാ പ്രാവശ്യം നമ്മൾ കൊണ്ടുവരും ഗോതമ്പും ചൂട്ട്, ഇപ്രാവശ്യം കൊണ്ടുവന്നില്ല, ബുദ്ധിമുട്ടാണ്. ഇവരുണ്ടല്ലോ, ഇവര് തിരുവനന്തപുരത്തുകാരാണ്, ഇവർ മലപ്പുറത്ത് പോയി സെറ്റിൽ ചെയ്തതാണ് ഇവർ രണ്ടുപേരും. ഈ അമ്മ കിളിമാനൂരാണ്, ഇവർ സഹോദരങ്ങളാണ്. അപ്പൊ ഈ അമ്മ ഇച്ചിരി ചട്ടമ്പിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതാണ് ചട്ടമ്പി. പക്ഷേ ഈ അമ്മ എന്താ അറിയോ, വളരെ ചെലവ് ചുരുക്കി നമുക്ക് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന അമ്മയാണ്. അമ്മയുടെ നാരങ്ങ വിളക്കിന്റെ കഥ പറഞ്ഞു. അമ്മയുടെ നാരങ്ങ വിളക്കിന്റെ കഥ എൻ്റെ അനിയത്തെ വിളിച്ചു പറഞ്ഞു, എടി എനിക്കൊരു നാരങ്ങ വിളക്ക് കത്തിക്കണോടി, പറ്റുമോ ഇനി എടുത്താൽ രമണി? ഞാൻ പറഞ്ഞു എനിക്കും കത്തിക്കണമെന്നുണ്ടടി, പറ്റുമോ അമ്മക്കെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ കിളിമാനൂർ ഞാൻ ബസ്സിന് വരുമ്പോഴേ അവിടെ കൂറ് നാരങ്ങ വച്ചിരിക്കണം. ഇത് 100 രൂപയേ ഉള്ളൂ. അപ്പം നമുക്ക് 2 പേർക്കും അത് മതി. അപ്പോൾ ഇവിടെ വന്ന് വില എടുത്തപ്പോൾ ഒരു നാരങ്ങയ്ക്ക് 10 രൂപ. അത് നമ്മൾ എത്ര എണ്ണം മേടിക്കുന്നുണ്ട്? 10 എണ്ണം മേടിക്കുമ്പോൾ 100 രൂപ ആവില്ലേ? 2 പേർക്ക് പറ്റും, 5 ചൊല്ലേ. അങ്ങനെ അത് വാങ്ങിച്ചോളൂ. അപ്പം ഞാൻ ഇപ്പോൾ പറയുകയാണ്, 120 രൂപ കൊടുത്തൊരു എണ്ണയും വാങ്ങിച്ച്, 30 രൂപ കൊടുത്തൊരു കത്തിയും വാങ്ങിച്ചത് മുറിക്കാൻ, ഇത് മുറിക്കാൻ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഈ 30 രൂപയുടെ കത്തി എടീ നമുക്കിതുവരെ എല്ലാം കൊണ്ടൊരു വലത്തിടാം. ഇത് അപ്പോൾ അവിടുന്ന് പോവുകയാണ്. അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ നമ്മളൊരു വലത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇവിടെ കയറി നോക്കാം, ഒക്കുമെങ്കിൽ നമുക്ക് പറ്റിക്കാം. അല്ലെങ്കിൽ ഒരു വലത്തിട്ട് കൊണ്ട് വച്ചിട്ട് അപ്പോൾ അവൾ പറഞ്ഞു നമുക്കിവിടെ ഇരിക്കാടി. അപ്പോൾ പറഞ്ഞു അവിടെ ഇരുന്നാൽ പറ്റുമല്ലോ, നമുക്ക് അരിയും സാധനമൊക്കെ മേടിക്കണ്ടേ, എല്ലാം മേടിച്ചിട്ട് നമുക്കിറങ്ങി വരാം. അങ്ങനെ നമ്മൾ പറഞ്ഞെല്ലാവരും കൂടെ ചിരിച്ചതാ. കൊളുന്തൊക്കെ മേടിച്ച് നമ്മൾ ഉത്സവത്തിന് വന്നാൽ എനിക്ക് കൊളുന്ത് മേടിക്കണം. കൊളുന്തിൻ്റെ പ്രത്യേകത എന്നാൽ ഉത്സവ സീസണിൽ നമ്മൾ മുണ്ടലക്കി വയ്ക്കും. മുണ്ടുകളൊക്കെ അലക്കി വെച്ചിരുന്ന കേട്ടോ 60 രൂപയ്ക്ക് വാങ്ങിച്ചു. 60 രൂപ. ഇത് അലമാരക്കകത്ത് നല്ല മണമാണ്. നമ്മൾ സെൻറ്റൊന്നും വെക്കണ്ട, ഇതൊരു നല്ല പ്രത്യേക മണമാണ്. അപ്പം അവൾ സ്പ്രേ കഴിയത് ഇപ്പം എനിക്ക് വേണം പറ്റൂല, ഒന്നും എടുത്തേ പറ്റൂ. അവൾക്കും വാങ്ങിച്ച് നമുക്ക് എല്ലാവർക്കും വാങ്ങിച്ചു. രമണി ചേച്ചിയും ഇതുപോലെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ല ഞാൻ എൻ്റെ നാത്തൂനാണ്, എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയാണ്. നാത്തൂനാകുമ്പോൾ നാത്തൂന് ഇത്തിരി മണമൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം അല്ലേ? എന്തായാലും ഈ മണം മാത്രമല്ല, അവരും അവിടുന്ന് വരുമ്പോൾ എനിക്ക് എന്തെല്ലാം സാധനം എല്ലാം ഒരു ബാഗ് പാക്ക് ചെയ്ത് ഞാൻ എൻ്റെ ഭർത്താവിനെ വീട്ടിൽ അയച്ചു കിളിമാനൂർ. നാളെ എനിക്ക് ഇനി പൊങ്കാല മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്നും നാളെ മാറുന്ന ഡ്രസ്സും ബാക്കി എല്ലാം കൊടുത്തങ്ങ് വിട്ട് കാലത്തെ ഞാൻ പറയാണ് നമുക്ക് അടുത്ത വർഷം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് പൊങ്കാലിട്ട് പോവാം. കാരണം നമ്മളെ കൊണ്ട് പറ്റൂല ഇനി വരാൻ. പക്ഷെ അടുത്ത വർഷം ആകുമ്പോഴും നമ്മൾ വരും. കഴിഞ്ഞ വർഷവും ഇങ്ങനെയാണ് പറഞ്ഞിട്ട് പോയത്. വീടുണ്ട്, ആ വീട്ടിലാണ് ആഹാരവും കുളിക്കാൻ നനയ്ക്കാൻ എല്ലാത്തിനും സൗകര്യമുണ്ട്. നമ്മൾ കാലത്തെ കാപ്പിയും കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇനി പോയി നമ്മൾ അരി സാധനമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് അവിടെ ഇരിക്കും. വെയിലൊക്കെ തണുത്ത് ഊണെല്ലാം അവിടുന്ന് തരും നമുക്ക്. അപ്പോൾ നമുക്ക് എല്ലാം കൊണ്ട് നല്ല സന്തോഷമാണ് അമ്മയെ കാണാൻ. നമുക്ക് കയറി തൊഴുവാൻ ഷുഗർ, BP, പ്രഷർ ഈ നിടയിൽ നിന്ന് തള്ളാൻ നമുക്കൊണ്ട് പറ്റില്ല. എപ്പോഴെങ്കിലും പടിഞ്ഞാറ് വശത്ത് ആൾ കയറ്റും, അപ്പോഴും നമ്മൾ കയറി വന്ന് തൊഴും. ഇന്നലെ അല്ല വന്നത്, മെനിങ്ങാന്നാണ് നമ്മൾ വന്നത്. മെനിങ്ങാന്നായി, ഇന്നായി, നാളെ ആകുമ്പോൾ 4 ദിവസമാവേണ്.